ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വ്യക്തി കയറി ഒരു സമ്മർദ്ദരായ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല. ആ നിലപാട് താങ്കൾക്കുണ്ടോ? താങ്കൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്, വളരെ ലളിതമാണ്. ഞാനും ആ നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇതേ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. വിജിലൻസിനോട് നിർദ്ദേശം നൽകിയപ്പോൾ PC ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് അത് പാർട്ടി ആവശ്യപ്പെട്ടതാണെന്നാണ്. PC ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് അത് പാർട്ടി ആവശ്യപ്പെട്ടതാണെന്നാണ്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നു ഇതിൽ അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല. കോൺഗ്രസിന്റെ നിലപാട്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് സ്വാഭാവികമായിട്ടുള്ള ഞാൻ നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിജിലൻസ് മാനുവൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു പരാതി ലഭിച്ചാൽ, പ്രത്യേകിച്ച് അതിന് വേഗമായിട്ടുള്ള അതിന് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പരാതി ലഭിച്ചാൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കൃത്യമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകാവുള്ളൂ എന്നുള്ള വിജിലൻസ് മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതേ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു. ശ്രീ അനിൽകുമാർ, ഇവിടെ നിങ്ങളുടെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി, നിങ്ങളുടെ നേതാക്കൾ സമുന്നതനായി കാണുന്ന ശ്രീ KM മാണിക്കെതിരെയാണ് ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അവർക്ക് സംശയമുണ്ട്. അവർ പറയുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിന്റെ പേരിൽ അന്വേഷണം വേണം. അവരാദ്യം ആവശ്യപ്പെട്ടതാണ്. അതിനെന്തുകൊണ്ട് സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നില്ല? നിങ്ങൾ പറയുന്നു ഇപ്പോൾ വിജിലൻസിനോട് ആദ്യത്തെ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം തന്നെ പോയത് പ്രതിപക്ഷ നേതാവ് സമീപിച്ചതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടായ നടപടിക്രമമെന്നാണ്. നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ അവർക്ക് സംശയമുള്ളപ്പോൾ അവർ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നു ഇതിൽ അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന്? അപ്പോൾ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് അടച്ചു തീർക്കാൻ കോൺഗ്രസ് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം? അല്ല, അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബിജു രമേശിൻ്റെ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ കഴമ്പില്ലാത്തത് കൊണ്ട് അതേക്കുറിച്ചുള്ള അന്വേഷണം വേണ്ട എന്ന. പക്ഷേ ബിജു രമേശ് ഇങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം ആരാണ് ബിജു രമേശിൻ്റെ പിന്നിൽ? ആരാണ് ബിജു രമേശിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടുള്ളത്? എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നെല്ലാം നമുക്ക് അറിയണ്ടേ? അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇപ്പോൾ ശ്രീ MV ജയരാജൻ ഇവിടെ പറഞ്ഞു, അദ്ദേഹം പലതരത്തിലുള്ള കോടതിയുടെ നല്ല പേരിനെയൊക്കെ അദ്ദേഹം വാഴ്ത്തിപ്പാടി, നല്ല കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്വേഷണം വേണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളം നല്ല ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷിക്ക് എവിടെയെങ്കിലും വീഴ്ച പറ്റിയാൽ, എവിടെയെങ്കിലും പിഴവ് പറ്റിയാൽ അത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം. അത് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ തിരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ സമരങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ച് ഗവൺമെൻറ്റിനെതിരായി നിൽക്കണം. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും അറിയാം ഈ പറയുന്നതിനകത്തൊന്നും ഒരു കഴമ്പില്ല എന്ന്. പ്രതിപക്ഷത്തിന് രേഖ അഭിപ്രായം പറയാൻ സാധിക്കുന്നുണ്ടോ? ഇത്രയും വലിയ, ഇപ്പോൾ ജയരാജൻ പറഞ്ഞു വലിയ ഭൂകമ്പമാണ്, വലിയ കോഴയാണ്, വലിയ സംഭവമാണ് നടന്നതെന്ന്. ഈ വലിയ ഒരു സംഭവം നടന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അതിനകത്ത് ഒരു ഏക അഭിപ്രായം പറയണ്ടോ? പ്രതിപക്ഷ നേതാവ് പറയുന്നു CBI അന്വേഷിക്കണമെന്ന്, പാർട്ടി സെക്രട്ടറി പറയുന്നു പോലീസ് അന്വേഷിച്ചാൽ മതിയെന്ന്, ഘടകകക്ഷി നേതാവ് പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ആദ്യം നിങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന് ഞാൻ തിരിച്ചു വരാം. ശ്രീ എം വി ജയരാജൻ, ഇത് KP അനിൽകുമാർ ഈ ചർച്ചയിൽ പറയുന്നത് മാത്രമല്ല, ഇന്ന് ഉമ്മൻചാണ്ടി തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം ഇങ്ങനെ അന്വേഷണം ആവശ്യപ്പെടുന്നു, എന്നാൽ തെളിവുകൾ ചോദിക്കുമ്പോൾ അവർക്ക് നൽകാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകളുണ്ടോ, തെളിവുകൾ നൽകൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രതിപക്ഷം പിൻവാങ്ങുന്നു. സോളാർ കേസിൽ സംഭവിച്ചത് പ്രതിപക്ഷത്തിന്റെ ഈ പിന്മാറ്റമാണ്. അതുതന്നെയാണ് ഇവിടെ ഈ കേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് മറുപടി പറയാനുള്ള പഴുതുകൾ പ്രതിപക്ഷം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ സോളാർ കേസിൽ സരിതേനെ സിനിമാ നടിയാക്കിയതാരാ? ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ? എത്രമാത്രം അപമാനകരമാണ്. ഇപ്പോൾ കമ്മീഷന് മുമ്പാകെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊടുത്ത എഫിഡവിറ്റ് പറയുന്നത് നിസ്സാരമായ കേസാണ് സരിതേൻ്റെ പേരിൽ ഉയർന്നു വന്നത്, വഞ്ചന കേസ്. അത് പ്രതിപക്ഷം കൊടുത്തതാ. അപ്പം കേരളത്തിൽ ഉയർന്നു വന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈറ്റാനിയം കേസ് മുതൽ ഈ +2 കേസ് വരെയുള്ള എല്ലാ അഴിമതി കേസിലും കോടതിയിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ട് പോലും അതൊക്കെ അവഗണിക്കുന്ന ഒരു സർക്കാർ
ഇപ്പൊ ഇതിലും പറയുന്നു അന്വേഷണമേ വേണ്ടാന്ന്. ആ സർക്കാരിൻ്റെ നിലപാടാണ് ആദ്യം തിരുത്തേണ്ടത്. ഇത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ? സ്വമേധിയ കേസെടുക്കേണ്ടതല്ലേ? ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണോ? അല്ലല്ലോ. അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണ്. അതെല്ലാം സമ്മതിച്ചു ശ്രീ എം വി ജയരാജൻ, അതെല്ലാം സമ്മതിച്ചു. ഇവിടെ അനിൽകുമാർ പറഞ്ഞ താങ്കൾക്കെതിരെ, പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ച ആക്ഷേപം, നിങ്ങൾക്ക് ഈ കാര്യത്തിലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു, ഏത് അന്വേഷണ ഏജൻസി വേണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടിയും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ അന്വേഷണം വേണമെന്ന് പറയുകയല്ലാതെ എന്താണ് വേണ്ടത്, നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടോ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ന്യായീകരണങ്ങൾ നിരത്തിയത്. അല്ല, പ്രതിപക്ഷത്തിന് ഒരു ദൗർബല്യവുമില്ല. ആദ്യം ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ചെയ്യേണ്ടത് അഴിമതിക്കാരെ പിടിച്ചിട്ട് തുറുങ്കിലടക്കണം. അങ്ങനെ തുറുങ്കിലടക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആദ്യം ഉമ്മൻചാണ്ടിയുടെ കൈകൾക്കാണ് വിലങ്ങ് വീഴുക. അത് എത്രയോ അഴിമതി കേസുകൾ പറഞ്ഞു. ഇവിടെ ശ്രീ അനിൽകുമാർ പറയുന്നത് പ്രതിപക്ഷ സമരം ചെയ്യുന്നില്ല. എത്ര ശക്തമായ സമരം കേരളത്തിൽ നടന്നു. ആ സമരങ്ങളെല്ലാം തൃണവൽഗണിക്കുകയല്ലേ ചെയ്ത്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷം പറയുന്ന കാര്യം നിസ്സാരമായി അവഗണിക്കുകയല്ലേ ചെയ്ത്. അതെന്തിനാ? അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ്. താൻ ഉൾപ്പെടെ നടത്തുന്ന അഴിമതിയെ ന്യായീകരിക്കാനാണ്. അതാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ബിജു രമേശിന്റെ കൈവശമുള്ള രേഖകൾ, തെളിവുകൾ അതെല്ലാം ലഭിച്ച ശേഷമാണ് ഇനി തീരുമാനിക്കപ്പെടുക ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടോ. പക്ഷെ മറുഭാഗത്ത് വലിയൊരു സാധ്യത നിലനിൽക്കുന്നില്ലേ? ഒരു വലിയ അഴിമതി ആരോപണം വെളിപ്പെടുത്തലായി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു വ്യക്തികൾക്ക്, ഒരു മൂന്നാം കക്ഷിക്ക് കോടതിയുടെ സഹായം തേടിക്കൂടെ? അങ്ങനെയാണെങ്കിൽ കോടതിക്ക് സ്വമേധയാ ഇക്കാര്യത്തിൽ ഈ വെളിപ്പെടുത്തലുകളെല്ലാം FIR ആക്കിക്കൊണ്ട് ഒരു അന്വേഷണത്തിനും തുടർന്നങ്ങോട്ട് കേസും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത മറുഭാഗത്ത് നിലനിൽക്കുന്നില്ലേ? ബിജു രമേശിന് ഇനി അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് ഇതിൽ നിന്ന് തലയൂരാൻ സാധിക്കുമോ? ശ്രീ ഗോപികൃഷ്ണൻ, അതിന് പരിമിതമായിട്ടുള്ള സാധ്യതകൾ ഈ ഡോക്ടർ ബിജു രമേശിനുള്ളൂ. ഇപ്പോൾ ഡോക്ടർ ബിജു രമേശ് ഒരു സൈലന്റ് സ്പെക്ടേറ്ററായിട്ട് മാറി നിൽക്കുകയും അന്വേഷണം യാതൊരു ഘട്ടത്തിലും എത്താതെ മാറി നിൽക്കുകയും തുടരാതെ നിൽക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്താൽ കരണീയമായിട്ട് എന്തുണ്ട് എന്നുള്ളതാണല്ലോ ചോദ്യം. ഒരു സ്വകാര്യ വ്യക്തി ഈ കാര്യത്തെ സംബന്ധിച്ച് വിജിലൻസ് കോടതി മുമ്പാകെ സമീപിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഈ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു പരാതി കൊടുക്കാം, ഏതൊരു ഇന്ത്യൻ പൗരനും പരാതി കൊടുക്കാം. പക്ഷേ അപ്പോഴും സംഭവിക്കുന്നത് വിജിലൻസ് കോടതി ആദ്യമേ തന്നെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കോടതികളുടെയും വിജിലൻസിൻ്റെ അന്വേഷണ സംവിധാനത്തിൻ്റെയും രീതി അനുസരിച്ച് ഉള്ള ഒരു നടപ്പ് രീതി. അതുകൊണ്ട് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്നെ അത് വിജിലൻസ് ഡയറക്ടർ പരിശോധിച്ച് അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് ഒരു കേസിന് അനാവരണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇവിടെ പ്രതിപക്ഷങ്ങളോട് നിങ്ങൾ ഏക അഭിപ്രായത്തോടെ ഏത് അന്വേഷണ ഏജൻസി വേണമെന്ന് തീരുമാനിക്കൂ എന്ന് പറയുന്നതൊന്നും ജനാധിപത്യപരമായ ഒരു മര്യാദ പോലും അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഈ വന്നിരിക്കുന്ന ആരോപണം ശരിയല്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനു പകരം പ്രതിപക്ഷത്ത് ഭിന്നിപ്പുണ്ടെന്ന് വരുത്താനും പ്രതിപക്ഷത്ത് ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നും ആശയക്കുഴപ്പങ്ങളുള്ളവർക്ക് ഇങ്ങനെ ചോദിക്കാൻ അവകാശമില്ല എന്നുള്ള പറയുന്നതൊന്നും വെറും തൊടുന്യായങ്ങൾ മാത്രമാണ്. നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ ഒരു ടീമിനെ പ്രഖ്യാപിക്കുകയും അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കരണീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അനിൽകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ പറഞ്ഞു ബിജു രമേശിന്റെ കയ്യിൽ തെളിവുകളില്ല, ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഇങ്ങനൊരു നിഗമനത്തിൽ താങ്കൾ എങ്ങനെ ചെന്നെത്തി? ബിജു രമേശിന്റെ കൈവശമുള്ള തെളിവുകൾ ഉണ്ടോ? അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ, അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനം എന്നെല്ലാം പുറത്തു വരണമെങ്കിൽ ഒരു അന്വേഷണം ആവശ്യമാണ്. രണ്ട്, താങ്കൾ പറഞ്ഞു ഇതിൽ ഒരു അന്വേഷണത്തിൻ്റെ സാധ്യത പോലും കാണുന്നില്ല. പക്ഷേ ഇതെല്ലാം, ഈ ആരോപണമെല്ലാം ഉന്നയിച്ചതിന് പിന്നിലുള്ള ആളുകൾ ആരാണ് ഇതിന് പിന്നിൽ ഇതിൻ്റെ മോട്ടീവായി നിലനിന്നത്, അവരെ കണ്ടെത്തണം. അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിനുണ്ടോ? ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം എന്ന നിലപാട് കോൺഗ്രസിനുണ്ടോ? മുഖ്യമന്ത്രിക്കെതിരായ കേസ്
മുഖ്യമന്ത്രിയുടെ തന്നെ പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെ സത്യം പുറത്തു വരുമെന്നും പാമൂരിൻ കേസിൽ ഹൈക്കോടതിയുടെ പരാമർശം താങ്കൾ ഓർക്കുന്നുണ്ടാകും. അപ്പോഴാണ് ജനം കരുതേണ്ടത് വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ, അല്ലെങ്കിൽ വിജിലൻസിന്റെ ഈ പ്രാഥമിക അന്വേഷണം തുടർന്നുള്ള അന്വേഷണം ഉണ്ടായാൽ അതിലൂടെ സത്യം പുറത്തു വരുമെന്ന് ജനം വിശ്വസിക്കേണ്ടത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ, ഇപ്പം താങ്കളും നമ്മുടെ വക്കീലും ഒക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഈ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് എന്തോ വലിയ കൊള്ളയക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഭരണത്തിലൊരു കക്ഷി ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് നോക്കാൻ പാടില്ല, ഒന്ന് തുമ്മാൻ പാടില്ല, ഒന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ശരിയുണ്ടോ? പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, ഞാൻ പ്രതിപക്ഷത്തെ ഭിന്നിപ്പുണ്ടാക്കാൻ. ഞാൻ പ്രതിപക്ഷത്തെ ഭിന്നിപ്പുണ്ടാക്കാനൊന്നല്ല പറഞ്ഞത്. പ്രതിപക്ഷത്തിന് ഒരു കൃത്യമായ ഒരു വിവരമുണ്ട് എങ്കിൽ, അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ട് എങ്കിൽ അവർക്ക് അന്തസ്സോടുകൂടി നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റണം, ഇന്ന അന്വേഷണം നടത്തണം എന്ന് പറയാനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും പ്രതിപക്ഷത്തിന് വേണം. നാട്ടിലില്ലാതെ നാലാൾ നാല് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ പ്രതിപക്ഷത്തെ ഭിന്നിപ്പുണ്ടാക്കാനൊന്നും ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയപരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ സത്യസന്ധമായ ആരോപണമാണ് തങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ഉത്തമ വിശ്വാസവും ബോധ്യവും ഉണ്ടെങ്കിൽ ആ ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി വേണമെന്ന് ഗവൺമെൻറ്റിനോട് പറയുവാനും ആ നടപടി ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കാനും സാധിക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് മാറാൻ സാധിക്കണം. അല്ലാതെ വെറുതെ അതൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെ വേറെ രണ്ടാമത്തെ കാര്യം, ഗോപികൃഷ്ണൻ ചോദിച്ചതുപോലെ ഇതിനകത്ത് ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ വലിയ റോള്, പ്രത്യേകിച്ച് CPM-ൻ്റെ വലിയ റോളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നു, ഞാൻ പാർട്ടിയല്ല പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. ബിജു രമേശിൻ്റെ കയ്യിൽ തെളിവുകളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബിജു രമേശിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എങ്കിൽ ആ തെളിവുകൾ വെച്ച് ബിജു രമേശ് ആരോപണം ഉന്നയിക്കേണ്ട രീതിയിലാണോ അത് ഉന്നയിച്ചത് എന്ന് ആ സാധാരണക്കാരനായ ഒരാൾ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതെല്ലാം മാറ്റിവെക്കാം, ഒരു സാധാരണ TV കാണുന്ന ഒരാൾ രാത്രി 12 മണിക്ക് ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പറയുക, മന്ത്രി ഞങ്ങൾ ആദ്യം പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞയച്ചു 15 ലക്ഷം രൂപ കൊടുത്തയച്ചു, അത് കഴിഞ്ഞ് പിന്നെ 85 ലക്ഷം രൂപ കൊടുത്തയച്ചു, വീണ്ടും ന്യൂസ് എന്താ പറയുക, ചോദ്യകർത്താവ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു പറഞ്ഞു ഞാനല്ല കൊടുത്തത്, ഞങ്ങളുടെ അസോസിയേഷനാണ് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആരാ പോയതെന്ന് ഞാൻ നാളെ പറയാം, എന്താ ആലോചിച്ച് തീരുമാനപ്പെടുത്തിയിട്ടാണ് പറയേണ്ടത്. അങ്ങനെയാണ് ഒരു ആരോപണം ഉന്നയിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ആരോപണം ഉന്നയിക്കാൻ ആർക്കും അധികാരമുണ്ട്. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ നല്ല ചങ്കൂറ്റത്തോടു കൂടി വന്ന് പറയുന്നത്. പിന്നെ തെളിവ് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ തെളിവുമായിട്ട് കോടതിയിലേക്ക് വരണമെന്നല്ല പറയുന്നത്, സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണം. അതിനാ തെളിവ് കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ കയറി പറയാ വക്കീൽ വളരെ മോശക്കാരനാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ അതിന് വല്ല അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അതിന് ഞാൻ പറയുമ്പോൾ ഈ ചാനലിലൂടെ പറയുകയാണെങ്കിലും മാധ്യമങ്ങളിലൂടെ പറയുകയാണെങ്കിലും അതിന് വ്യക്തമായ ധാരണയുണ്ടാകണം. അറ്റ്ലീസ്റ്റ് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുകൾക്കെങ്കിലും ബോധ്യമാകണം, അല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന ആളുകൾക്കെങ്കിലും ബോധ്യമാകണം ഞാൻ പറയുന്നതിൽ റെലവൻ്റ് ആണ് കാര്യങ്ങൾ.